മലയാളത്തിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം. എമ്പുരാനിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നതും അതിനൊപ്പം തന്നെ ഗോകുലം ഗോപാലൻ അത് ഏറ്റെടുത്തതുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. ഇത്രയും ചർച്ച ചെയ്യപ്പെട്ട ഈ ലൈക്ക പ്രൊഡക്ഷൻസ് എന്താണ്? ആരാണ് ലൈക്കയ്ക്ക് പിന്നിലുള്ള സുഭാസ്കരൻ അല്ലിരാജ? ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സുഭാസ്കരനും സഹോദരനും പാരീസിലേക്ക് അഭയാർത്ഥികളായി രക്ഷപ്പെട്ടത്. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചു. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ അത്താണികളായിരുന്നു അവർ. നന്നേ ചെറുപ്പത്തിൽ തന്നെ തങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു യൂറോപ്യൻ നഗരത്തിലേക്ക് അഭയാർത്ഥികളായി എടുത്തെറിയപ്പെട്ടെങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കഠിനമായി അധ്വാനിച്ചും രാവും പകലുമില്ലാതെ ജോലി ചെയ്തും ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണം അവർ കണ്ടെത്തി. ബോംബുകളും ചാവേറാക്രമണങ്ങളും യുദ്ധവും കെടുതിയും നിറഞ്ഞ ജാഫ്നയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്കാണ് തിരികെ പോകേണ്ടത് എന്നതുകൊണ്ട് മാത്രം എത്ര കഷ്ടപ്പെടാനും അവർ തയ്യാറായിരുന്നു. അവർക്ക് മുന്നിൽ വേറെ വഴികൾ ഒന്നുമില്ലായിരുന്നു. ഇരുവരും ആദ്യം തുടങ്ങിയ റെസ്റ്റോറൻറ്റ് വലിയ വിജയം കൈവരിച്ചില്ല. തൊട്ടു പിന്നാലെ പാരീസിൽ തന്നെ ഇന്ത്യൻ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ചെറിയ കട തുടങ്ങി. അഭയാർത്ഥികളായി എത്തപ്പെട്ട ശ്രീലങ്കൻ തമിഴന്മാരും വിവിധ ജോലികൾക്കായും പഠനങ്ങൾക്കായും വന്നു ചേർന്ന മറ്റ് ഇന്ത്യക്കാരുമായിരുന്നു പ്രധാന ഉപഭോക്താക്കൾ. ഈ ചെറിയ പലചരക്ക് കടയിൽ ഭക്ഷണ സാധനങ്ങളെക്കാൾ ആവശ്യക്കാർ ഉണ്ടായിരുന്നത് കോളിംഗ് കാർഡുകൾക്കായിരുന്നു. 90കളുടെ അവസാന വർഷങ്ങൾ. മൊബൈൽ ഫോണുകൾ വ്യാപകമായിട്ടില്ല. സ്വന്തം വീട്ടിലേക്കോ നാട്ടിലേക്കോ വിളിക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ടി വരുമായിരുന്ന അക്കാലത്ത് വളരെ കുറഞ്ഞ ചിലവിൽ അന്താരാഷ്ട്ര കോളുകൾ ചെയ്യാൻ ഈ കോളിംഗ് കാർഡുകൾ ഉപകരിച്ചിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ തുടക്കകാലത്ത് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ OIP സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ഇത്തരം കോളിംഗ് കാർഡുകൾ പല രാജ്യങ്ങളിലും അന്നും ഇന്നും അനധികൃതമാണ്. ടെലിഫോൺ കമ്പനികളുടെ ഇൻ്റർനാഷണൽ കോളിംഗ് റേറ്റുകൾ മറികടന്ന് നിയമവിരുദ്ധമായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വന്തം വീട്ടുകാരുടെ ശബ്ദമൊന്നു കേൾക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പ്രവാസികൾ ഈ പലചരക്ക് കടയുടെ മുൻപിൽ കോളിംഗ് കാർഡുകൾക്കായി ക്യൂ നിന്നു. കച്ചവടം പൊടിപൊടിച്ചു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇവരുടെ കടയിലേക്ക് കോളിംഗ് കാർഡുകൾ കൊടുത്തിരുന്ന വിതരണക്കാരൻ അവരുടെ ബിസിനസ് നിർത്തിവെച്ചു. കാർഡുകൾ ഉപയോഗിച്ചിരുന്നവർ അവരവരുടെ നാടുകളിലേക്ക് ഫോൺ ചെയ്യാൻ മറ്റ് വഴികളില്ലാതെ കുഴങ്ങി. ഒരു പഴയ കാർഡെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ അവർ കടകളിൽ കയറി ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് ഇന്ന് അംബാനിയോട് പോലും ഏറ്റുമുട്ടാൻ ധൈര്യമുള്ള സംരംഭകൻ ആ ചെറിയ പലചരക്ക് കടയിൽ നിന്ന് ഉയർന്നു വന്നത്. എന്തുകൊണ്ട് നമുക്ക് കോളിംഗ് കാർഡുകൾ ഉണ്ടാക്കി വിറ്റുകൂടാ എന്നായി സുഭാസ്കരൻ്റെ ചിന്ത. ഇതിൻ്റെ സാങ്കേതികത വളരെ ലളിതമാണ്. അത്യാവശ്യം 1-2 കമ്പ്യൂട്ടറും വളരെ വില കുറഞ്ഞ ചില ഉപകരണങ്ങളും സാങ്കേതിക പരിജ്ഞാനമുള്ള 1-2 ജീവനക്കാരും ഉണ്ടെങ്കിൽ ആർക്കും കോളിംഗ് കാർഡുകൾ ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവനും അറിയുന്ന ഒരു വൻ ബ്രാൻഡിൻ്റെ തുടക്കം. ലൈക്ക. ലേഖാട്ടൽ എന്നായിരുന്നു ആദ്യം ആലോചിച്ച പേര്. സുഭാസ്കരൻ്റെ ഒരേ ഒരു സഹോദരിയായിരുന്നു ലേഖ. പക്ഷേ ലേഖ എന്ന പേര് യൂറോപ്യർക്ക് ഉച്ചരിക്കാൻ പ്രയാസമായിരുന്നത് കാരണം ലക്ഷ്മിയെ ലാക്മേ ആക്കിയതുപോലെ ലേഖയെ അവർ ലൈക്കയാക്കി. ലൈക്കാട്ടൽ കോളിംഗ് കാർഡുകൾ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ചെറിയൊരു പലചരക്ക് കടയിൽ നിന്ന് ആ സഹോദരങ്ങൾ പെട്ടെന്ന് തന്നെ സമ്പന്നരായി. 1999 പാരീസിലെ ബിസിനസ് സഹോദരനെ ഏൽപ്പിച്ച് ഭാര്യ പ്രേമദർശിനിയോടൊപ്പം സുഭാസ്കരൻ ലണ്ടനിലെ ഈസ്റ്റ് ഹാമിലേക്ക് കുടിയേറി. ഈസ്റ്റ് ഹാം തമിഴ്നാട്ടുകാരും കേരളീയരും ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമെല്ലാം തിങ്ങിപ്പാർക്കുന്ന ലണ്ടനിലെ ഒരു പ്രദേശം. ഒരു പക്ഷേ തമിഴ്നാട്ടിലെ ഏതോ ഒരു തെരുവാണോ എന്ന് തോന്നും നാം ഈസ്റ്റ് ഹാമിലൂടെ നടന്നാൽ. ശരവണഭവനും ആനന്ദഭവനും വസന്തവിഹാറും ലക്ഷ്മി ജ്വല്ലേഴ്സും പൂജ ടെക്സ്റ്റൈൽസും എല്ലാം നിറഞ്ഞ തെരുവുകൾ. ഈസ്റ്റ് ഹാമിൽ കോളിംഗ് കാർഡുകൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. 3 കൊല്ലത്തിനകം ലൈക്കാട്ടൽ എന്ന ബ്രാൻഡ് UK മുഴുവൻ പ്രശസ്തമായി. സുഭാസ്കരൻ മില്യണയറായി. ലാൻഡ് ഫോണുകളുടെ കാലം മാറി എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുകൾ വന്നെത്തിയ 2000കളുടെ ആദ്യ ദശകം. വിളിക്കുന്ന മിനിറ്റുകൾക്ക് അത് ലോക്കൽ കോൾ ആയാൽ പോലും പണം നൽകേണ്ടി വരുന്ന മൊബൈൽ നെറ്റ്വർക്കുകൾ
വ്യാപകമായതുകൊണ്ട് കോളിംഗ് കാർഡുകൾ ഉപയോഗിച്ച് മൊബൈലിൽ വിളിക്കുന്നത് അപ്പോഴേക്കും ഉപഭോക്താക്കൾക്ക് നഷ്ടക്കച്ചവടമായിരുന്നു. മാത്രവുമല്ല, ഇൻ്റർനെറ്റ് കോളിങ്ങിനുള്ള ആപ്പുകൾ സൗജന്യമായി തന്നെ ലഭ്യമായി തുടങ്ങിയിരുന്നു. അവിടെയാണ് സുഭാസ്കരൻ എന്ന സംരംഭകൻ്റെ കൂർമ്മബുദ്ധി പ്രകടമായത്. കോളിംഗ് കാർഡുകളുടെ കാലം അവസാനിക്കാറായെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി എന്താണ് മുന്നോട്ടുള്ള പോക്കെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ കമ്പനി തന്നെ തുടങ്ങാം എന്ന ആശയം മുന്നിലെത്തിയത്. സ്വന്തമായി നെറ്റ്വർക്കും ടവറുകളും സ്ഥാപിച്ച് യൂറോപ്പിൽ ഒരു മൊബൈൽ കമ്പനി തുടങ്ങണമെങ്കിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ആവശ്യമാണ്. ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഒരു മൊബൈൽ ഫോൺ കമ്പനി തുടങ്ങും? ആ സമയത്താണ് യൂറോപ്പിൽ പുതിയ നിയമം പ്രാബല്യത്തിലെത്തിയത്. മൊബൈൽ ഫോൺ കമ്പനികൾക്ക് തങ്ങളുടെ സേവനം മറ്റുള്ള ചെറിയ കമ്പനികൾക്കും വിൽക്കാൻ സർക്കാർ അനുമതി നൽകി. മൊബൈൽ വെർച്വൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർ MVNO എന്നറിയപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ നിലവിലുള്ള വലിയ മൊബൈൽ കമ്പനികളിൽ നിന്ന് ചെറിയ കമ്പനികൾക്ക് അവരുടെ സേവനങ്ങൾ വാടകയ്ക്കെടുക്കാം. നെതർലൻഡിലാണ് നിയമത്തിലെ ഈ ഇളവ് ആദ്യം പ്രാബല്യത്തിൽ വന്നത്. അതുകൊണ്ട് അവർ നെതർലൻഡിൽ ലൈക്ക മൊബൈൽ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തു. T-Mobile എന്ന വൻ കമ്പനിയുടെ സേവനങ്ങൾ കരാറിനെടുത്ത് ഇന്ത്യയിലേക്ക് നേരിട്ട് തന്നെ മൊബൈൽ ഫോൺ വഴി വിളിക്കാവുന്ന സിം കാർഡുകൾ അവർ നിർമ്മിച്ചു നൽകി. വൻകിട മൊബൈൽ കമ്പനികൾക്ക് അവരുടെ സേവനങ്ങൾ ഒരു ചെറു ന്യൂനപക്ഷത്തിന് വേണ്ടി മാത്രം നൽകേണ്ടി വരുന്ന രീതിയിൽ ക്രമീകരിച്ചാൽ വലിയ ലാഭമൊന്നും ഉണ്ടാകില്ല. അതേസമയം വെറുതെ ഇരിക്കുന്ന തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇതുപോലെയുള്ള ചെറിയ കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകിയ ലാഭമുണ്ടാക്കാം. ആ പഴുതാണ് ലൈക്ക മൊബൈൽ ലക്ഷ്യമിട്ടത്. വളരെ പെട്ടെന്നാണ് ലൈക്ക മൊബൈൽ വളർന്നത്. മറ്റു യൂറോപ്യൻ മൊബൈൽ കമ്പനികൾക്ക് സാധ്യമല്ലാത്ത മാർക്കറ്റിംഗ് രീതിയാണ് സുഭാസ്കരൻ ആവിഷ്കരിച്ചത്. യൂറോപ്പിലെ സിം അയാൾ വിറ്റത് യൂറോപ്പിലല്ല, ഇന്ത്യയിലും ഫിലിപ്പീൻസിലും ഹോങ്കോങ്ങിലുമെല്ലാമായിരുന്നു. അമ്പരക്കേണ്ട കാര്യമില്ല, ഇന്ത്യയിലെയും കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലെയും എയർപോർട്ടുകളിലെ താൽക്കാലിക സ്റ്റോളുകളിലൂടെ ലൈക്ക മൊബൈൽ സിം കാർഡുകൾ വിറ്റഴിച്ചു. വിദേശ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു സിം വാങ്ങിക്കണമെന്നോ ആക്ടിവേറ്റ് ചെയ്യണമെന്നോ ആദ്യകാലങ്ങളിൽ അറിയാത്തവർക്ക് സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ വെച്ച് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ സിം ആക്ടിവേറ്റ് ചെയ്ത് നൽകും. 5 പൗണ്ടിൻ്റെ സൗജന്യ ടോപ്പപ്പും ചെയ്ത് നൽകും. വിദേശ പഠനത്തിന് പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഏജൻസികളിലൂടെയും അവർ സിമ്മുകൾ വിറ്റഴിച്ചു. ലക്ഷങ്ങളിൽ നിന്ന് ദശലക്ഷങ്ങളിലേക്ക് ലൈക്കയുടെ ബിസിനസ് വളർന്നു. മിനിറ്റുകളും മെസ്സേജുകളും വിൽക്കുന്നത് മാറി ഡേറ്റ വിപ്ലവത്തിൻ്റെ കാലത്തേക്ക് ലോകം മാറിയപ്പോഴും ലൈക്കാടെൽ അന്താരാഷ്ട്ര മിനിറ്റുകൾ വിറ്റഴിച്ചു. മാറി വരുന്ന കുടിയേറ്റ രീതികളും സുഭാസ്കരൻ നിരീക്ഷിച്ചു. UK ഏറ്റവും അധികം ആളുകൾ കുടിയേറുന്നത് ഏഷ്യയിൽ നിന്നായിരുന്നെങ്കിൽ 2012 കഴിഞ്ഞപ്പോഴേക്കും അത് റൊമേനിയയിൽ നിന്നും പോളണ്ടിൽ നിന്നുമായി. അതോടെ റൊമാനിയക്കാരെയും പോളണ്ടുകാരെയും കേന്ദ്രീകരിച്ചുള്ള ടോപ്പപ്പ് ലൈക്ക ആവിഷ്കരിച്ചു. യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആരുമറിയാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പോലും വേരുകളുള്ള ആഗോള മൊബൈൽ ഭീമനായി ലൈക്ക മൊബൈൽ മാറി. ലൈക്കയുടെ വളർച്ച തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സുഭാസ്കരനോടൊപ്പം ലണ്ടനിലേക്ക് കുടിയേറുമ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമദർശിനി. തൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആവാത്തതിൻ്റെ സങ്കടം പറഞ്ഞ ഭാര്യയ്ക്ക് സുഭാസ്കരൻ ഉറപ്പ് കൊടുത്തു, നിനക്ക് ഡോക്ടറാകാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, 100 കണക്കിന് ഡോക്ടർമാർ നിന്റെ കീഴിൽ പണിയെടുക്കും. അങ്ങനെയാണ് ലൈക്ക ഹെൽത്ത് എന്ന കമ്പനിയുടെ തുടക്കം. UK പലയിടത്തുമായി ചെറിയ ക്ലിനിക്കുകളും ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളും തമിഴ്നാട്ടിൽ വലിയ ആശുപത്രികളും നടത്തുന്ന ലൈക്ക ഹെൽത്തിൽ ഇന്ന് 200ഓളം ഡോക്ടർമാർ പ്രേമദർശിനിയുടെ കീഴ് ജീവനക്കാരാണ്. വന്ന നാടിനെയും സുഭാസ്കരൻ മറന്നില്ല. തൻ്റെ മാതാവായ ജ്ഞാനാംബിക അല്ലിരാജയുടെ കീഴിൽ തുടങ്ങിയ ജ്ഞാനം ഫൗണ്ടേഷൻ ഇന്ന് വടക്കൻ ശ്രീലങ്കയിൽ പല ഗ്രാമങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നു. 25 വർഷമായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അവർ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും കുതിപ്പ് മുന്നോട്ട് തന്നെ ആകണമെന്നൊന്നുമില്ലല്ലോ. സുഭാസ്കരനോടൊപ്പം ലൈക്ക മൊബൈൽ തുടങ്ങുവാൻ വലം കൈയായിരുന്ന രതീശൻ യോഗനാഥൻ ശ്രീലങ്കയിൽ നിന്ന് തന്നെ കുടിയേറിയ തമിഴ് വംശജനായിരുന്നു. ചെറിയ വഴക്കുകൾ മൂർച്ഛിച്ചപ്പോൾ അയാൾ ലൈക്കയിൽ നിന്ന് രാജിവെച്ച് ലെബാറ എന്ന മൊബൈൽ കമ്പനി തുടങ്ങി. ലൈക്കയുടെ അതേ രീതികൾ കണ്ടുപഠിച്ച രതീശൻ യോഗനാഥൻ തൻ്റെ കമ്പനിയെയും ലൈക്കയ്ക്ക് സമാനമായി ഉയർത്തിക്കൊണ്ടുവന്നു. അതോടൊപ്പം എതിരാളിയുടെ ചില രഹസ്യങ്ങളും അയാൾ പുറത്തുവിട്ടു. ലൈക്ക മൊബൈലിൻ്റെ കീഴിൽ ദശലക്ഷക്കണക്കിന് പൗണ്ടിൻ്റെ ടാക്സ് വെട്ടിപ്പാണ് നടക്കുന്നതെന്ന്
രതീശൻ യോഗനാഥൻ ആരോപിക്കുകയും ചില രേഖകൾ ബ്രിട്ടൻ പോലീസിന് ചോർത്തിക്കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ 2015 പോലീസ് കേസുകളും എടുത്തിരുന്നു. ലബാറ മൊബൈൽ ലണ്ടനിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർമാരെ വാടകയ്ക്കെടുത്ത് ലൈക്കയ്ക്കെതിരെ കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. ലോകമെങ്ങും പരന്നു കിടക്കുന്ന ശ്രീലങ്കൻ തമിഴ് വംശജരുടെ ശൃംഖല ഉപയോഗിച്ച് ലൈക്ക മൊബൈൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടെന്ന് ലബാറ ആരോപിച്ചു. പലപ്പോഴും ചെറിയ കടകളിലൂടെ ഡിജിറ്റൽ ഇടപാടുകൾ ഉപയോഗിക്കാതെ നോട്ടുകളായി തന്നെയാണ് ലൈക്കയുടെ സിം കാർഡുകളും മറ്റും വിറ്റിരുന്നത്. ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് വിറ്റഴിക്കുന്ന സിം കാർഡുകൾക്ക് കണക്കുകൾ ഉണ്ടായിരുന്നില്ല. ഈ പണം ചാക്കുകെട്ടുകളിലാക്കി കാറുകളുടെ ഡിക്കിയിൽ നിറച്ച് UK-യിലെമ്പാടും പരന്നു കിടക്കുന്ന പോസ്റ്റ് ഓഫീസുകളിൽ ചെറിയ തുകകളായി പല പേരുകളിൽ നിക്ഷേപിക്കുകയാണ് ലൈക്ക മൊബൈൽ ചെയ്യുന്നതെന്ന് ലബാറ ആരോപിച്ചു. ഈ വിവരങ്ങൾ UK-യുടെ നാഷണൽ ക്രൈം ഏജൻസിക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള നൂറുകണക്കിന് ചെറിയ ചെറിയ കമ്പനികളുടെ ശൃംഖല ഉപയോഗിച്ചും ലൈക്ക മൊബൈൽ പണം വെളുപ്പിക്കുന്നുണ്ടെന്ന് ഇവർ കുറ്റപ്പെടുത്തി. പ്രമുഖ ബ്രിട്ടീഷ് ക്രിക്കറ്റ് താരമായിരുന്ന ക്രിസ് ടൂളി ആയിരുന്നു ലൈക്ക മൊബൈലിൻ്റെ CEO. ഇദ്ദേഹത്തിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു. ഒടുവിൽ ക്രിസ് ടൂളി 2023 CEO സ്ഥാനം രാജിവെച്ചു. ആ വർഷം തന്നെ അദ്ദേഹത്തെ നികുതി വെട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനും ഫ്രാൻസിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിനിടെ 2014 ഇന്ത്യയിൽ ലൈക്ക പ്രൊഡക്ഷൻസ് നിലവിൽ വന്നിരുന്നു. വിജയ് നായകനായ കത്തിയായിരുന്നു അവർ നിർമ്മിച്ച ആദ്യ സിനിമ. മണിരത്നവും AR മുരുകദോസും ഉൾപ്പെടെയുള്ള വൻ സംവിധായകരുടെ സിനിമകൾ നിർമ്മിച്ചതിന് ശേഷമാണ് S ശങ്കർ സംവിധാനം ചെയ്തിരുന്ന എന്തിരൻ 2.0 എന്ന ബിഗ് ബജറ്റ് രജനീകാന്ത് ചിത്രം ലൈക്ക നിർമ്മിച്ചത്. ഏതാണ്ട് 600 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രത്തോടെ ടോളിവുഡിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളിലൊന്നായി അവർ പേരെടുത്തു. തമിഴ് സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി എന്തിരൻ 2 പ്രശസ്തമായി. പൊന്നിയൻ സെൽവൻ, ഇന്ത്യൻ 2 ഉൾപ്പെടെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാനിലൂടെ മലയാളത്തിലേക്കും കാലെടുത്തു വച്ചു. പക്ഷേ യൂറോപ്പിൽ ലൈക്കയ്ക്കെതിരെയുള്ള കുരുക്കുകൾ മുറുകിക്കഴിഞ്ഞിരുന്നു. ഫ്രാൻസിലും നോർവേയിലും UK-യിലുമെല്ലാം കള്ളപ്പണം വെളുപ്പിച്ചതിന് ലൈക്കയ്ക്കെതിരെ അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ലൈക്കയുടെ പല ഉദ്യോഗസ്ഥരും അറസ്റ്റിലായി. ഓഫീസുകളിൽ റെയ്ഡുകൾ നടന്നു. ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു സുഭാസ്കരൻ അല്ലിരാജയുടെ ഏറ്റവും വലിയ ശക്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരായിരുന്ന ഡേവിഡ് കാമറൂണും ബോറിസ് ജോൺസണുമെല്ലാം സുഭാസ്കരൻ്റെ സുഹൃത്തുക്കളുമായി മാറിയിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിക്ക് ഇതുവരെ ഏകദേശം 2 ദശലക്ഷം പൗണ്ട് ലൈക്ക മൊബൈൽ സംഭാവന നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ നിന്നിറങ്ങി എതിരാളികളായ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതോടെ UK-യിലും ലൈക്ക കമ്പനിക്കെതിരെയുള്ള കേസുകൾ ശക്തമായി. ലൈക്കയ്ക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പതിവായി. ഉപഭോക്താക്കളുടെ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ചോർന്നു. സ്വന്തം രാജ്യമായ ശ്രീലങ്കയിലും അനുകൂല സാഹചര്യമല്ല ലൈക്കയ്ക്ക്. തമിഴ് സംഘടനകൾ സുഭാസ്കരനെ ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന രജപക്സെയുടെ ചാരൻ എന്ന് വിളിച്ചപ്പോൾ സിംഹള ഗ്രൂപ്പുകൾ ഇദ്ദേഹത്തെ LTTയുടെ വക്താവായാണ് ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലൈക്കയുടെ രാഷ്ട്രീയ ചായ്വ് എങ്ങോട്ടാണെന്ന് ഇന്നുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ യുദ്ധക്കെടുതിയിൽ ദുരന്തമനുഭവിക്കുന്ന ശ്രീലങ്കൻ തമിഴ് പ്രദേശങ്ങളിൽ വലിയ സേവനങ്ങളാണ് ലൈക്ക നടത്തുന്നത്. ഇതിനോടകം ശ്രീലങ്കയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളും പ്രൊഡക്ഷൻ കമ്പനികളും സുഭാസ്കരൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. തൻ്റെ മുന്നിലുള്ള അവസരങ്ങൾ വിനിയോഗിക്കാൻ മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായല്ല താൻ വന്നത്. എനിക്ക് കുറച്ചെങ്കിലും വളർച്ചയുണ്ടായാൽ അത് എൻ്റെ സമൂഹത്തിന് ഉപകാരപ്രദമാകുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാകും ഞാൻ പ്രവർത്തിക്കുക. ഒരു അഭിമുഖത്തിൽ ഈയിടെ സുഭാസ്കരൻ പറഞ്ഞു. ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലും തൻ്റെ വ്യവസായ സാമ്രാജ്യം വളർത്തുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്ന് സുഭാസ്കരൻ അറിയിക്കുന്നു. എമ്പുരാൻ നിർമ്മാണത്തിൻ്റെ തർക്കങ്ങൾക്കിടയിൽ സിനിമയുടെ നിർമ്മാണത്തിന് ലൈക്ക ചിലവാക്കിയ തുക തിരിച്ചു നൽകി ഗോകുലം ഗോപാലൻ പ്രശ്നങ്ങൾക്ക് വിരാമമിട്ടെങ്കിലും പാരീസിലെ ആ ചെറിയ തെരുവിൻ്റെ ഒരു മൂലയിലെ പലചരക്ക് കടയിൽ നിന്ന് തുടങ്ങിയ സുഭാസ്കരന് ഇതൊന്നും തിരിച്ചടികളല്ല. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന സാമ്രാജ്യം ലക്ഷ്യം വെച്ച് അയാൾ പുതിയ ചുവടുകൾ വയ്ക്കുകയാവാം. ഇനി ഒന്നുമില്ലായ്മയിൽ നിന്ന് യൂറോപ്പിലും റഷ്യയിലും സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി എബ്രാം ഖുറേഷിയായ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ജീവിതകഥയിൽ സ്വന്തം ജീവിതത്തിൻ്റെ സാദൃശ്യം ഈ യഥാർത്ഥ എമ്പുരാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം.
ചിലപ്പോൾ